ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഇപ്പോൾ ഷുഗർ ഇല്ലാത്തവരായി ആരുമില്ല. ജനിതകപരമായും ജീവിതശൈലി മൂലവും ഷുഗർ വരാം. ഇവ നിയന്ത്രിക്കുവാൻ ഭക്ഷണങ്ങൾ നിയന്ത്രിക്കണം, കൃത്യമായ വ്യായാമം ചെയ്യണം. ഭക്ഷണശൈലികളിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ ഷുഗർ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഈ പറയുന്ന ചില ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ആ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. പാവയ്ക്ക. പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളായ കരോട്ടീൻ, പോളിപെപ്റ്റൈഡ് ബി എന്നിവ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. മാത്രമല്ല, ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു കൂട്ടം പേശികളായ സ്കെലറ്റൽ മസിലുകളുടെ ഗ്ലൂക്കോസ് ഉപയോഗം കൂട്ടുകയും ചെയ്യുന്നു. തന്മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് ഉയരാതെ നോർമലായി തന്നെ നിൽക്കാൻ സഹായിക്കും. കൂടാതെ അന്നജത്തിന്റെ ആഗിരണം കൂട്ടുന്ന ചില എൻസൈമുകളെ നിയന്ത്രിക്കാനും പാവയ്ക്കയിലെ ഘടകങ്ങൾക്ക് കഴിയും. ജേണൽ ഓഫ് ക്ലിനിക്കൽ എപ്പിഡമോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് HbA1c അളവ് കുറയ്ക്കാൻ പാവയ്ക്കയ്ക്ക് കഴിയുമെന്നാണ്. പാചക രീതിയിൽ ശ്രദ്ധിക്കുകയും ജൈവ കൃഷി വഴി ഉൽപ്പാദിപ്പിക്കുന്ന പാവയ്ക്ക ഉപയോഗിക്കുകയും ചെയ്താൽ പാവയ്ക്ക നല്ലൊരു ഔഷധം തന്നെയാണ്. 2. തിന. പുതിയ പഠനങ്ങൾ തിനയെ വിശേഷിപ്പിക്കുന്നത് ഡയബറ്റിക് ഫുഡ് എന്നാണ്. നാരുകളാൽ സമൃദ്ധമായ തിന പ്രമേഹമുള്ളവർക്ക് ഉത്തമമാണ്. അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളെക്കാൾ പോഷകമൂല്യമേറെയുള്ളതാണ് തിന. മറ്റ് ധാന്യങ്ങളെക്കാൾ പ്രോട്ടീനും നാരുകളും തിനയിൽ കൂടുതലായി കാണപ്പെടുന്നു. കൂടാതെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവുമാണ്. അതിനാൽ പ്രമേഹമുള്ളവർക്ക് ഉത്തമ ഭക്ഷണമാണ് തിന. തിനയുടെ പുറംതൊലി നീക്കം ചെയ്ത് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ഉണക്കിപ്പൊടിച്ച് അരിച്ചെടുത്ത് തിന ഉപയോഗിക്കാം. കൂടാതെ മറ്റ് ധാന്യങ്ങളുമായി ചേർത്ത് വിവിധ തരം വിഭവങ്ങളും തിന ഉപയോഗിച്ച് തയ്യാറാക്കാവുന്നതാണ്. 3. പച്ചച്ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക. പച്ചച്ചക്കയിലും ചക്കക്കുരുവിലും ധാരാളം നാരുകളും പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ ഇടിച്ചക്കയും ചക്കപ്പുഴുക്കുമെല്ലാം പ്രമേഹമുള്ളവർക്ക് കഴിക്കാവുന്നതാണ്. പച്ചച്ചക്കയിലെ നാരുകൾ വയർ നിറഞ്ഞെന്ന തോന്നലുണ്ടാക്കുന്നതിനാൽ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാനും അതുവഴി പ്രമേഹം, അമിതവണ്ണം എന്നിവ കുറയ്ക്കാനും സാധിക്കും. ചക്കപ്പുഴുക്കിന്റെ കൂടെ പയറുവർഗ്ഗങ്ങളോ മീനോ ഉപയോഗിച്ചാൽ പ്രമേഹമുള്ളവർക്ക് കൂടുതൽ ഗുണപ്രദമാണ്. എന്നാൽ പഴുത്ത ചക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നതിനാൽ പ്രമേഹമുള്ളവർ ചക്കപ്പഴം വളരെ ശ്രദ്ധിച്ചു മാത്രമേ കഴിക്കാവൂ. ചക്കപ്പുഴുക്ക് കഴിക്കുന്നവർ ചോറിന് പകരമായി മിതമായ അളവിൽ വേണം ചക്കപ്പുഴുക്ക് കഴിക്കാൻ. 4. പയറുവർഗ്ഗങ്ങൾ. പയറുവർഗ്ഗങ്ങൾ മിക്ക രോഗങ്ങൾക്കും ആരോഗ്യകരമായ ഭക്ഷണ പ്രതിവിധിയാണ്. പയറുവർഗ്ഗങ്ങളിലെ പോഷകങ്ങൾ പ്രമേഹമുള്ളവർക്ക് ഉത്തമമാണ്. പയറുവർഗ്ഗങ്ങളിൽപ്പെട്ട മുതിര, ചെറുപയർ, രാജ്മ, സോയാബീൻ തുടങ്ങിയവയിൽ നാരുകളും ഫ്ലേവനോയിഡുകളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, ഒപ്പം വിശപ്പ് കുറയ്ക്കാനും. അതിനാൽ ഷുഗറുള്ളവർ പയറുവർഗ്ഗങ്ങൾ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 5. വെളുത്തുള്ളിയും ഉള്ളിയും. വെളുത്തുള്ളിയും ഉള്ളിയും പോഷകസമ്പന്നമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇവ ഉപാപചയ പ്രവർത്തനം മെച്ചപ്പെടുത്തി രോഗസാധ്യത കുറയ്ക്കുന്നു. പ്രമേഹ ചികിത്സയിലും ഇവ രണ്ടിനും പ്രാധാന്യമുണ്ടെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തെളിഞ്ഞതാണ്. അതിനാൽ ഇവയുടെ ഉപയോഗം ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. വെളുത്തുള്ളിയും ഉള്ളിയും. അതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഇവ ഉൾപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. അതിനാൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്